ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ, കറന്റ് ഫീലിംഗ്സ് ആണ് കേട്ടോ. ഇത് നോ കോണ്ടാക്ട് അതുപോലെ തന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലായിട്ടുള്ളവർക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. കാരണം ഈ ഒരു റീഡിംഗ് ഞാനൊരു ടൈംലെസ് റീഡിങ്സ് ആയിട്ടാണ് വെക്കുന്നുള്ളത്, ജനറൽലെസ് റീഡിങ്സ് ആയിട്ടാണ് വെക്കുന്നുള്ളത്. സോ നിങ്ങളപ്പം ഈ ഒരു വീഡിയോ കണ്ടു തുടങ്ങുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. സോ ടോപ്പിക്സ് യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് അതാണെങ്കിലും ശരിക്കും ഇതൊരു കറന്റ് ഫീലിംഗ്സ് ആണ്. സോ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജീസ് ആണെങ്കിലും പോസിറ്റീവ് എനർജീസ് ആണെങ്കിലും നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. വളരെ റെയർ കേസസിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു റീഡിങ്സിൽ വരുന്നുണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ടൈംലെസ് റീഡിങ്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ എനർജി ആയിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. എനർജീസ് പോസിറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറന്റ് ഫീലിംഗ്സ് ലേറ്റ് നൈറ്റ് തോട്ട്സ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ത്രീ ഓഫ് സോൾസ്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹേർട്ട് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് വന്നിട്ടുള്ളത്. 3 ഓഫ് സോൾസ് വിത്ത് 5 ഓഫ് സോൾസിന്റെ എനർജീസ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു എനർജീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ നല്ല രീതിക്ക് ഹേർട്ട് ആണ്. അവരുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ട്. ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ലൈക്ക് അവർ തമ്മിൽ അത്ര വലിയ ചേർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മാരീഡ് പേഴ്സണുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയിൽ ഓൾറെഡി കുറെ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഇവർ നിങ്ങളുമായിട്ട് കണക്ട് ആയിട്ടുള്ളത്. അപ്പം ഇപ്പം ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷന്റെ ഫേസിൽ പോലും ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സമാധാനവും കാര്യങ്ങളും ഇല്ലാത്തുള്ള എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, വളരെ മോശമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, കുറെ അധികം ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ടാവും ഈ ഒരു കണക്ഷനിൽ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പൊ എക്സാക്ട് എന്താണോ സംഭവിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇവര് നല്ല ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഹാർട്ട് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. നമ്മൾ പറയത്തില്ലേ ഇമോഷണലി വളരെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ എന്താ പീരീഡ് ഓഫ് ഡിഫിക്കൽട്ടി അല്ലെ ഹാർഡ്ഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇമോഷണലി ഡൗൺ ആവുന്ന ഒരു ടൈം ആയിരിക്കും ഏറ്റവും മോശപ്പെട്ട സമയം അവന്റെ അല്ലെ അവരുടെ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടിട്ടുള്ളത് അത്രയും ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയുടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇമോഷണൽ ലെവലിലാണ് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, അപ്സെറ്റ് ആണ്, ആ ഒരു എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക്. ഇമോഷണലി ലൈക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, തേർഡ് പേഴ്സണുമായിട്ട് ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആണ്. എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിരിക്കാം. ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു എനർജീസാണ് ഫീൽ ചെയ്യുന്നത്. തേർഡ് പേഴ്സൺ ഇവരെ ചീറ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. ഇവര് അങ്ങോട്ട് ഈ ഒരു വ്യക്തിയെ മാരി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇവർക്ക് ഏറ്റവും കൂടുതലൊരു എന്താ പറയാ അത് ഏറ്റവും വലിയൊരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എന്നാണ് ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഇനി സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി റിലീജിയസ് ഫാക്ടർ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇവരുടെ ഫാമിലി ട്രഡീഷണൽ ഫാമിലി അല്ലേ, അപ്പം സമ്മതിക്കുകയല്ലായിരിക്കും മാരേജിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഫാമിലിയോട് പറഞ്ഞിട്ട് ഫാമിലിയായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എനർജീസും വളരെയധികം ഹേർട്ടാണ്, വളരെയധികം ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്. പക്ഷെ അത് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എല്ലാവരും സേഫ് അല്ലേ? നമ്മുടെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെള്ളമൊക്കെ കയറി മണ്ണൊലിപ്പ് യെസ് അതുണ്ടായിട്ടോ അങ്ങനെ ഇരിക്കുന്നു. സോ ഈ ഒരു മൊമെന്റിൽ ഇവരുടെ ഫീലിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവരുടെ ലൈഫിൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഫീൽ ചെയ്തത് ഇവർ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഇവരുടെ ലൈഫിലുള്ള മോശപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി അധികം
എന്താ പറയുക, ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടാത്ത സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഒത്തിരി അധികം നിങ്ങൾ പുതിയ നമ്മളൊരു മാർഗദർശനം ഒക്കെ ചെയ്യും, ഗൈഡ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ. സാരമില്ല, സിറ്റുവേഷൻസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം നോക്കാം. ലൈക്ക് നിങ്ങൾ ഒരു എന്താ പറയാ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, അവരുടെ പ്രോബ്ലം ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളായിരിക്കും പറഞ്ഞു കൊടുത്ത് ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിൽ ഇവരുടെ ഫാമിലിയിലുള്ള ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് സൊല്യൂഷന് വേണ്ടിയിട്ട് ആരുമില്ല. അപ്പൊ നിങ്ങളുടെ ഓർത്ത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന്, നിങ്ങളുമായിട്ട് കണക്ട് ആവണം എന്ന്, നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവരുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. മനസ്സ് എന്താണോ പറയുന്നത് ആ ഒരു മനസ്സിന്റെ ആ ഒരു ഹേർട്ടിനെ ഫോളോ ചെയ്യാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പലപ്പോഴും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾക്ക് അതൊരു സ്വപ്നം മാത്രമാണ്, നമുക്കത് ഒരിക്കലും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്വപ്നം, അങ്ങനെ ഒരു എനർജി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു വേർഡ്സ് പറഞ്ഞിട്ടുണ്ടാവാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലും ഇവരുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മനസ്സ് എന്താണ് പറയുന്നത്, മനസ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ടൈമിൽ ഉള്ളെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഞാൻ അവിടെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. ആ ഒരു കാർഡ് ക്യൂൻ ഓഫ് സോൾസ് ആയിരുന്നു. അപ്പം ആ ഒരു കാർഡ്സ് പറയുന്നുള്ളത് ലൈക്ക് നിങ്ങളുടെ എനർജീസ് ആണ്. നിങ്ങളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം എന്താ റൂഡായിട്ടുള്ള ഒരു എനർജിയിലായിരിക്കാം നിൽക്കുന്നുള്ളത്. അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾ അങ്ങനെ അല്ലായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ റൂഡായിട്ടാണ് ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾ വളരെ നിങ്ങളൊരു ഹേർട്ട്ലെസ് ആയിട്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നത്, ഇവരോട് ബിഹേവ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ഒരിക്കലും ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജിയിലേക്ക് വരണ്ടായിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ക്യൂൻ ഓഫ് സോൾസിന്റെ എനർജീസ് ആണ്. സോ വിഡോ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത്. കുറച്ച് പേര് ആരുടെ എനർജീസ് ആണ് അറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കഴിഞ്ഞ് വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് കേട്ടോ. ഐ ഡോണ്ട് നോ, ബട്ട് എനിക്കത് ഫീൽ ചെയ്തു. നിങ്ങൾ വളരെ ഓൾഡർ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ കഴിഞ്ഞ് യങ് ആയിരിക്കും. നിങ്ങളിപ്പം ഈ ഒരു കണക്ഷനിൽ എന്തൊക്കെ ലേൺ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നിങ്ങൾ ഒരു ലെസൺസിൽ നിൽക്കുന്നുള്ളത്. നിങ്ങൾ ഈ ലൈഫിൽ കുറെ ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഇത്രയും അധികം സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നത്, സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നിട്ടുള്ളത്. പേജ് ഓഫ് പെന്റാക്കിൾ. നിങ്ങൾ ആദ്യം ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒരു കണക്ഷനിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമില് നിങ്ങൾ വളരെ റൂഡായിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. കാരണം അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് മര്യാദയ്ക്ക് നിൽക്കാത്തതുകൊണ്ടായിരിക്കും എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളും ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടിടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്ര റൂഡായിട്ട് നിൽക്കുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഡെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം നമ്മളൊരു കെയറും ലവും സ്നേഹവും ഒക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ ഒരു ചെറിയൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുള്ളത്. ആ ഒരു എനർജി ഒരു വ്യക്തി നിങ്ങൾക്ക് തരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസേർവ് ചെയ്യുന്ന ലവ് തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് വേണമെന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ദെൻ ഇവിടെ 7 ഓഫ് പെന്റാക്കിളിന്റെ എനർജീസ് ആണ്. എനിക്ക് തോന്നുന്നു വളരെ റെയർ കേസസിൽ എനിക്ക് നിങ്ങളുടെ പേഴ്സൺ വളരെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. സോ ആ ഒരു എനർജി ഇവർ ജസ്റ്റ് റീസെന്റ് ആയിട്ട് എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും നിങ്ങളോട് വന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഇവരുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഒത്തിരി അധികം ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളോടുള്ള ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ്, അതിനെയൊക്കെ ഈ ഒരു വ്യക്തി എന്താ പറയാ
അതിന് മുന്നിൽ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ ലാസ്റ്റ് ടൈം ഈ ഒരു വ്യക്തി സംസാരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവരോടുള്ള വിശ്വാസം ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവാം. ഐ തോന്നുന്നു, ബട്ട് വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു എനർജി. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തി തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാവും ഈ ഒരു വ്യക്തി കേട്ടോ. സോ നിങ്ങൾ അത് ഓട്ടിട്ട് വരികയാവേണ്ട. ഇവിടെ തേർഡ് പാർട്ടിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി പറയുന്നുണ്ടാവും. ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഉള്ളത്. സ്ട്രോങ് മൈൻഡില് ഹെർമിറ്റ്. ഇവിടെ ഹെർമിറ്റ് മോഡല്ല ഈ ഒരു വ്യക്തി ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇവര് മെയിൻ ആയിട്ട് ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ടൈമില്. നമ്മളിപ്പം ഓരോ ഇതുവരെ നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലായിരിക്കും, ഇവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു ടൈമില് ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ ലൈഫിൽ എന്നുള്ളൊരു വേർഡ് നിങ്ങളുടെ മനസ്സിലാകുന്നുണ്ട്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഫലമായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ഇന്നർ വർക്കിന്റെ ഭാഗമായിട്ടായിരിക്കും, അല്ല നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷന്റെയോ വർക്കൗട്ടിന്റെയോ ഭാഗമായിട്ടായിരിക്കും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ആ ഒരു എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു തോട്ട്സിൽ ഫുൾ ടൈം ഇവർക്കുള്ളത് ഇവിടെ ന്യൂ ബിഗിനിങ് ചെയ്യണം, നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവരുടെ മൈൻഡിലുള്ളത്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സിൽ നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. നല്ല രീതിക്ക് ഹേർട്ടാണ്. ഇവിടെ ഇനിയിപ്പോ ഈ ഒരു കണക്ഷനിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ഈ ഒരു കണക്ഷൻ ഓക്കെ ആവും, എന്ത് ചെയ്താൽ വീണ്ടും നിങ്ങളുമായിട്ട് കണക്ട് ആവാൻ പറ്റും എന്നൊന്നും അറിയത്തില്ലാത്ത പകച്ചു നിൽക്കുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ. Please guide me, universe, the use the person life and thoughts and ലവേഴ്സിന്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോൾ ടു സോൾ കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം ചിലർക്കൊക്കെ. ഷീസ് ഓഫ് എംബ്രർ എനർജിയിലാണ്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയൊക്കെ തോട്ട്സ് ഇയാളുടെ മൈൻഡിൽ ഉണ്ടായിട്ടും ഇയാൾ എന്താ ഞാനുമായിട്ട് കണക്ട് ആവാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺ ഈ ഒരു വ്യക്തിയുടെ ഈഗോയാണ് കേട്ടോ. ഈഗോ മാത്രമല്ല ഇവർക്കുള്ള കൺഫ്യൂഷൻ. ഇവർ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, എങ്ങനെ ഏത് രീതിക്ക് ആക്ഷൻ എടുക്കണം എന്നറിയത്തില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു റീഡിങ് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം ആ ഒരു റീഡിങ്ങിന്റെ ഒരു ചെറിയൊരു എനർജി ഷിഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു എനർജീസും സെയിം ഒരു എനർജി ആയിരുന്നു. ആ ഒരു റീഡിംഗിൽ റെസനേറ്റ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഈ ഒരു റീഡിങ്ങും റെസനേറ്റ് ആവുന്നുണ്ടാവും കേട്ടോ. ഓക്കെ. ഇവർ ഈ ഒരു കണക്ഷനിലേക്ക് എടുത്തു ചാടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ശരിക്കും കാരണം ഫിയർ ഓഫ് റിജക്ഷൻ ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. കാരണം നേരത്തെ പഴയ നിങ്ങളല്ല ഇപ്പൊ ആയിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ക്ലാരിറ്റി വേണം. ചുമ്മാ ഒന്നും വരലൊന്നും നടക്കത്തില്ല. വെറുതെ വന്ന് കയറി പോകാനായിട്ട് പറ്റത്തില്ല നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുള്ള ഒരു എനർജി തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ വെറുതെ ലൈറ്റ് ആയിട്ട് ഒരു ഓഫർ കൊണ്ട് വരാനായിട്ടോ അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞൊരു ഹീലിംഗ് എനർജിയിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കത്തില്ല, ശരിയാവത്തില്ല എന്ന് അവർക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ ഇവരൊന്ന് പേടിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരെ അവോയ്ഡ് ചെയ്യുമോ, നിങ്ങൾ ഇവരെ റിജക്ട് ചെയ്യുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ട്. ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവർ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി ഇവരുടെ മനസ്സിലുണ്ട്. കാരണം എന്താണ്, എംബ്രർ ആണ്. എംബ്രർ ആരുടെയും മുന്നിൽ തല കുടിക്കാറില്ല എന്നുള്ള ഒരു എനർജിയാണ്. ഞാൻ ആരുടെയും മുന്നിൽ തല കുടിക്കാറില്ല, അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു. ഇത് ഫെമിനൻ എനർജി ആണെങ്കിലും മസ്കുലൻ എനർജിയാണ്. ഫെമിനൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫെമിനൻ എനർജി. മസ്കുലൻ എനർജി എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ. അതിൽ മെയിലും ഫീമെയിലും ഒന്നുമില്ല. ഫീമെയിൽസിലും മസ്കുലൻ എനർജീസ് ഒക്കെ കാണാറുണ്ട്. കംപ്ലീഷൻ, ഇവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്.
ഇപ്പം ഈ ഒരു ടൈമിലാണെങ്കിലും ശരി, ഇവരായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ ഇവർക്ക് ഒരു കാര്യങ്ങൾ പറയാനായിട്ട്, ഇവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു വ്യക്തി ഇയാളുടെ ലൈഫിൽ, ഇയാളുടെ ലൈഫ് പാർട്ണർ പോലും ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വർത്ത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുള്ളത്. ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയിലൂടെയാണ്. അവരുള്ളപ്പോഴാണ് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത്, അവരുള്ളപ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാകുന്നുണ്ട്. എന്റെ കണ്ണ് തൂങ്ങി നിൽക്കുന്നുണ്ടല്ലേ, നല്ല ഉറക്കം വരുന്നുണ്ട്. ആകെപ്പാടെ 3 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, മെഡിറ്റേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ആണ്. നൈറ്റ്നസിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. കോംപ്രമൈസ്, ഇവര് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു കണക്ഷനിൽ കേട്ടോ. ഇപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല, നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കേണ്ടതായിട്ടില്ല. ജസ്റ്റ് നമ്മൾ പറയത്തില്ലേ, നോക്കി കണ്ടാൽ മതി എല്ലാ കാര്യങ്ങളും. നിങ്ങളായിട്ട് യാതൊരു ആക്ഷനും കാര്യങ്ങളും ഒന്നും എടുക്കാൻ നിൽക്കണ്ട, നിങ്ങൾ അനങ്ങാതിരിക്കുക. നമ്മൾ പറയത്തില്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രീ, അതിലൊരു ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നു, അത് പഴുത്ത് വരാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു എനർജിയിൽ അത് പഴുത്ത് താഴേക്ക് വീഴാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് പേഷ്യൻസ് ആണ്. ക്ഷമ എപ്പോഴും നമുക്ക് എന്താ പറയാ, ക്ഷമ എപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ വേണം. വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗിന്റെ എനർജീസ് ആണ്. എല്ലാം അതിൻ്റെതായിട്ടുള്ള ടൈമിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും ഓരോ കാര്യങ്ങളും നടക്കുന്നുള്ളത്. സോ ഈ ഒരു വ്യക്തിക്കും അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ട് പോയി ചേസ് ചെയ്ത് അവരുടെ പുറകെ നടക്കാതെ നിങ്ങൾ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനും മിസ്റ്റേക്സ് മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക. സോ മിസ്റ്റേക്ക് മനസ്സിലാക്കി തിരിച്ചു വരുന്ന വ്യക്തികളായിരിക്കും എപ്പോഴും ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നുള്ളത്. അല്ലാതെ വെറുതെ വരുന്നവരൊന്നും ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജി ചേഞ്ചസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ മിക്കവരിലും ഇവിടെ ഈ ഒരു വ്യക്തി കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവരുടെ ലൈഫിൽ. നമ്മൾ പറയത്തില്ല, ചില വ്യക്തികൾ അങ്ങനെയല്ലേ, നമുക്ക് അവർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല, അവര് മാത്രമായിരിക്കും നമ്മളുടെ ആ ഒരു കംപ്ലീഷൻ, ആ ഒരു കുറവ് ഫിനിഷ് ചെയ്യുന്ന അവര് മാത്രമായിരിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജിയാണ് ഇവരുടെ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്നത്. ഇവരുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനത്തിനെ കവർ ചെയ്ത് പോകാനായിട്ട് ആരുമില്ല, ഒരു വ്യക്തി പോലും ഇല്ല. അതിപ്പോ ഇവരുടെ പാർട്ട്ണർ ആണെങ്കിലും ശരി, അങ്ങനെ അത്രയ്ക്കും ഒരു സോൾ ലെവൽ കണക്ഷൻസ് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഇവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ആരും പോവുകയില്ല, നിങ്ങൾ പോയതുപോലെ. അതുകൊണ്ട് ഇവിടെ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് വരും. ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ആവും ഈ ഒരു വ്യക്തി. സോ ഡോണ്ട് വറി. ഇവരുടെ മൈൻഡിൽ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട്സ് ആണ് ഈ ഒരു നൈറ്റ് ടൈമിൽ വരാൻ പോകുന്നുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഇവരിതായിരിക്കും ഏറ്റവും കൂടുതൽ, കാരണം ഇവർ ഭയങ്കരമായിട്ട് ഡൗൺ ആണ് ഈ ഒരു ടൈമിൽ. ഓരോ നിമിഷവും എങ്ങനെ കടന്നു പോകുന്നത് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഇവിടെ മൊമെന്റ് ടു മൊമെന്റിന്റെ എനർജീസ് ആണ്. എങ്ങനെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് തള്ളി നീക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് അറിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല ഡൗൺ ആണ്. കാണിക്കുന്നുണ്ടാവും ഹാപ്പി ആണെന്ന് നാട്ടുകാരുടെ മുന്നിൽ. കാരണം ഇയാളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് സങ്കടത്തിലാണെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ഏറ്റവും മോശപ്പെട്ട ടൈം ആണെന്നൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ അതൊക്കെ വലിയൊരു കുറച്ചിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് മാത്രമായി ഇച്ചിരി കൂടി ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കും ഇയാൾ ഇച്ചിരി ഓപ്പൺ അപ്പ് ആവുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു റോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ. ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിലും സമ്മതിച്ചും തരത്തില്ല. ഒരു കാലത്ത് നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം സമ്മതിച്ചു തരുന്ന ഒരു വ്യക്തിയല്ല. ഈഗോ അതിന് സമ്മതിക്കത്തില്ല. പക്ഷെ ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്, പറഞ്ഞാലും ഇല്ലെങ്കിലും. സോ അത്രയും വാല്യൂ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തരുന്നുണ്ട്. ബട്ട് തുറന്നു പറയുന്നതിന് ഒരു ഇതുണ്ടാവും. പക്ഷെ നിങ്ങളോട് ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ തുറന്നു പറയാത്താണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം വരുന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യും. വരുന്ന ടൈമിൽ നിങ്ങളോട് തുറന്നൊന്നും പറയുന്നുണ്ടാവില്ല ഒരു കാര്യങ്ങളും, പക്ഷെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ എടുത്തു വന്ന് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തില് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ റീഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. സോ പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.